ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഹോം പെഡിക്യൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഞാൻ വല്ലപ്പോഴൊക്കെ മോൾക്ക് ഇതുപോലെ പെഡിക്യൂറൊക്കെ ചെയ്ത് കാലൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളോടൊറ്റൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് ഗ്യാസിൽ വെച്ച് ചൂടാക്കാൻ, അത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചു. അതിലോട്ട് ഒരു സ്പൂണ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട്, നമുക്കറിയാമല്ലോ കുട്ടികളുടെ കാല് അതിലിട്ട് വെക്കാനാണ്. അപ്പോൾ അത് ചൂട് നമ്മൾ നോക്കിയിട്ട് വേണം അവരെ അതിൽ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പച്ചവെള്ളമൊക്കെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് സമയം അവളെ അതിലിരുത്തുക ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കക്ഷിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അടങ്ങി അതിലിരുന്നു കുറച്ച് നേരം അതിലൊക്കെ കാലിട്ടൊക്കെ കളിച്ചിരുന്ന്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആ വെള്ളം മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാനത് കുറച്ച് സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബോഡി സ്ക്രബ് എടുത്തിട്ട് അവൾക്ക് കാലിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് കൊക്കോ ബട്ടറിൻ്റെ സ്ക്രബാണ്. ഭയങ്കര സ്മെല്ലാണ്, ഇതിനൊരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ്. അവളിത് കാണുമ്പോൾ പറയും, ഉമ്മ എനിക്കിത് കഴിക്കാൻ ബുദ്ധിയാവുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് അവളുടെ കാലിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ ചെറിയ ചെറിയ തരികളുണ്ടാവും നമ്മൾ നോർമലി സ്ക്രബിൽ കാണുന്നത് പോലെ. പക്ഷെ ഇതൊന്നും കൂടി ക്രീമി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട്. വെള്ളത്തിൽ കാല് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ സ്ക്രബ് ചെയ്തത്. അപ്പോൾ ആ ഉപ്പൊക്കെ കൊണ്ട് കാല് നല്ലോണം ഒന്ന് ക്ലീനായി. പിന്നെ ഞാൻ ഈ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തു. കാലിൻ്റെ 2 സൈഡിലും അടിയിലും മുകളിലൊക്കെ ആയിട്ട് നഖത്തിൻ്റെ ഇടയിലൊക്കെ ചളിയുള്ളത് ഫുള്ള് പോന്നോട്ടെ വിചാരിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് പിന്നെ ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടത് വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക ചെയ്തത്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാക്ക് ഇടണമല്ലോ. അപ്പം ഞാനൊരു സ്പൂണിൽ അരിപ്പൊടി എടുത്തിട്ട് ആ സെയിം സ്പൂണിൻ്റെ ഹാഫ് പോർഷനിൽ കാപ്പിപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഈ പൗഡർ മിക്സിലേക്ക് ഞാൻ ആ സെയിം സ്പൂണിൽ ഒരു സ്പൂണ് ഹണി, ഒരു സ്പൂണ് തക്കാളിയുടെ നീര്, അതായത് തക്കാളിക്കൊരു ഹോൾ ഇട്ടിട്ട് അതിങ്ങനെ സ്ക്യൂസ് ചെയ്ത് അതിൽ നിന്നെടുത്ത ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റാക്കി. അത് നല്ല പേസ്റ്റാക്കിയിട്ട് പിന്നെ അവളുടെ കാല് ഞാനൊന്ന് ഡ്രൈ ആക്കിയ ശേഷം ഈ പാക്ക് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പം കാലിൻ്റെ എല്ലാ സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. 5 to 6 മിനിറ്റ്സ് എടുത്തിട്ടാണ് നന്നായിട്ട് ഡ്രൈ ആയത്. പിന്നെ ആ പാക്ക് ഞാൻ കുറച്ച് വെള്ളവും ഒരു സ്ക്രബും വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഒരു രാമച്ചത്തിൻ്റെ സ്ക്രബ് എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി പതുക്കെ പതുക്കെ സോഫ്റ്റായിട്ട് ആ പാക്ക് റിമൂവ് ചെയ്യുക ചെയ്തത്. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഞാൻ അവളുടെ ലോഷനൊക്കെ എടുത്ത് വെച്ചിട്ട് കാലിൽ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലോഷനൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ കുറച്ച് സമയം കൊടുത്ത ശേഷം പിന്നെ ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നെയിൽ പോളിഷ് കളർ ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവളൊരു ഡാർക്ക് ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. അപ്പം അത് അവൾക്ക് കാലിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇത് നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ആണ്. ഇതിങ്ങനെ വെച്ച് തുടച്ചാൽ നെയിൽ പോളിഷ് വേഗം റിമൂവ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തുള്ള നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തതാണ്. ഈ കുഞ്ഞു പൗച്ചിലാണ് ഞാൻ അവളുടെ നെയിൽ പോളിഷും അത് റിമൂവ് ചെയ്യണതൊക്കെ ഇട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോയിൽ ഇടാനാന്ന് പറഞ്ഞപ്പം അവൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്ട് ചെയ്യണം, കാലിങ്ങനെയൊക്കെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പട്ടുപാവാടയൊക്കെ എടുത്തിട്ട് അങ്ങനെ കാലൊക്കെ കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ ആർക്കും വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.